കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സാക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് വിരോധമായിട്ട് കഴമ്പില്ലാത്തതും അവാസ്തവവുമായ അനേകം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആരോപണങ്ങളിൽ ഒന്നും യാതൊരു കഴമ്പും ഇല്ല എന്നും അതെല്ലാം തികച്ചും അവാസ്തവം ആണെന്നും എല്ലാവർക്കും അറിയാം. നാടെങ്ങും നന്മ ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തുന്ന, ദൈവരാജ്യം പ്രസംഗിക്കുന്ന, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന, തടവുകാരെ ചെന്ന് കണ്ടവരെ ആശ്വസിപ്പിക്കുന്ന ദൈവസഭ ഈ ലോകത്തിൻ്റെ വിളക്കാണ്. ഈ വിളക്ക് തല്ലിക്കെടുത്തുവാൻ പലപ്പോഴും സുവിശേഷ വിരോധികളായിട്ടുള്ള ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദൈവസഭയുടെ ആരംഭം മുതൽ ഈ പ്രതിസന്ധി ദൈവസഭ നേരിട്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ 5 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു: യഹൂദന്മാർ അസൂയ പൂണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. പൗലോസ് തെസ്സലോനിക്കയിൽ വന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം പങ്കിടുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ച വേദഭാഗം നാം ചിന്തിക്കേണ്ടത്. ഫിലിപ്പിയിൽ നിന്ന് പൗലോസ് തെസ്സലോനിക്കയിലെത്തി അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് 3 ശബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പൗലോസ് അവരെ പ്രലോഭിപ്പിക്കുന്ന, തന്നിലേക്ക് വലിച്ച് അടുപ്പിക്കുന്ന യാതൊന്നും സംസാരിച്ചില്ല. ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും യേശു തന്നെ ക്രിസ്തു എന്നും ആണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് വായിക്കുന്നത് പോലെ പൗലോസ് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചപ്പോൾ ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇത് കണ്ടിട്ട് യഹൂദന്മാർ അസൂയ പൂണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി വലിയ പ്രശ്നം ആ പട്ടണത്തിൽ ഉണ്ടാക്കിയാണ്. അവരെ നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചും കൊണ്ട് വന്നിട്ട് അവർക്കെതിരെ ഉന്നയിച്ച കള്ള ആരോപണങ്ങൾ നാം ശ്രദ്ധിക്കണം. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. പൗലോസ് കലഹിപ്പിച്ച ഏതെങ്കിലും സമയം, സന്ദർഭം, ജനത്തെ, വ്യക്തികളെ, കുടുംബങ്ങളെ തമ്മിൽ കലഹിപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കഴമ്പില്ലാത്തതും അവാസ്തവവുമായ കാര്യങ്ങളാണ് വചനം പ്രസംഗിച്ചവർക്കെതിരെ മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരായ ചിലർ ആരോപിക്കുന്നത്. അവർ പറയുന്നു, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശുവിൽ നിന്ന് പഠിച്ചവരാണ് അപ്പോസ്തലന്മാർ. സമാധാനത്തോടെ ജീവിക്കുവാൻ എല്ലാവരെയും പ്രബോധിപ്പിച്ചവരാണ് അവർ. പക്ഷേ അവർ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായി ഇവർ സമാധാനമുണ്ടാക്കുന്നവരല്ല, കലഹിപ്പിക്കുന്നവരാണ് എന്നുള്ള ആരോപണമാണ് ഒന്നാമത് അവിടെ അവർ ഉന്നയിച്ചത്. അവരെ കൈക്കൊണ്ട യാസോൻ എന്ന മനുഷ്യനെയും അവർ വെറുതെ വിടുന്നില്ല. യാസോൻ അവരെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞ് യാസോന് വിരോധമായിട്ടും അവർ സംസാരിക്കുകയാണ്. അവരുടെ മറ്റൊരു ആരോപണം, യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായിട്ട് പൗലോസ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ നിലവിളിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ് പൗലോസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്നത്തെ റോമിലെ ചക്രവർത്തിയായ കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. യേശു രാജാവാണെന്ന്
പറഞ്ഞുകൊണ്ട് കൈസരെ താഴെയിറക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ഉന്നയിച്ച ആരോപണം. പ്രിയരെ, 1-ാം നൂറ്റാണ്ടിൽ ഇത് നടന്ന സംഭവമാണ്. ഇന്നും അതിൻ്റെ തനിയാവർത്തനങ്ങൾ പല രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ കള്ള ആരോപണങ്ങളിൽ അവാസ്തവമായിട്ടുള്ള ഈ ആരോപണങ്ങളിൽ ഒന്നും അപ്പോസ്തലന്മാർ കുലുങ്ങിപ്പോകുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവ് അവരോട് കൂടെ ഇരുന്നു കൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഭ നശിച്ചില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവ്, സഭയുടെ നാഥനായവൻ, സഭയ്ക്ക് വേണ്ടി ചങ്കിലെ ചോര കൊടുത്ത യേശു കർത്താവ്, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ഇന്നും ശത്രു പ്രവർത്തിക്കും, എന്നാൽ ദൈവം തൻ്റെ ദാസന്മാരെ ശക്തമായിട്ട് ഉപയോഗിക്കും. ആരോപണങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ പരിശുദ്ധാത്മ ശക്തിയോടെ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ പോലെ, സഭയെപ്പോലെ ദൈവത്തിൻ്റെ രാജ്യം ധൈര്യത്തോടെ നമുക്ക് പ്രസംഗിക്കാം. ദൈവരാജ്യം പ്രസംഗിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്കെതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനം വേഗത്തിൽ വ്യാപിച്ച് എല്ലായിടത്തും മഹത്വപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദി. ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ, ലജ്ജയില്ലാതെ പ്രസ്താവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. ക്രിസ്തു